ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 17. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. ഈ ശ്ലോകം 17-ാമത്തെ ശ്ലോകമാണ്. 16-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവാൻ പ്രവൃത്തി ചക്രത്തെക്കുറിച്ച് അഥവാ കാലചക്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാലചക്രത്തിൻ്റെ സന്തുലിതമായിട്ടുള്ള ചലനത്തിന് നമ്മളെല്ലാവരും കർമ്മത്തെ യജ്ഞമായി ആചരിക്കണമെന്നും കൃഷ്ണൻ ഉദ്ബോധിപ്പിച്ചു. എന്നാൽ ഈ ശ്ലോകത്തിൽ പറയുന്നത് ആരാണോ സ്വന്തം ആത്മാവിൽ സന്തുഷ്ടനായിരിക്കുന്നത്, ആത്മതൃപ്തിയോടുകൂടി ഇരിക്കുന്ന മനുഷ്യൻ ആരാണോ, ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവച സന്തുഷ്ടഃ എന്നെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നു. സ്വന്തം ആത്മാവിൽ ആനന്ദിച്ച് വിഹരിക്കുന്നവന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കൃത്യവും ഈ ലോകത്തില്ല എന്ന് ഈ ശ്ലോകത്തിലൂടെ ബോധിപ്പിക്കുകയാണ്. എല്ലാവരും അനുസരിക്കേണ്ടതായിട്ടുള്ള സൃഷ്ടിചാക്രികത വിവരിച്ച ശേഷമാണ് കൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നത്, ആത്മജ്ഞാനികൾ സ്വന്തം ഉൾപൂർണതയിലും സൗലഭ്യത്തിലും സന്തോഷിക്കുന്നവരാണല്ലോ. അവരെ സംബന്ധിച്ച് കടമ നിർബന്ധങ്ങളൊന്നും ഈ ലോകത്തില്ല. ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല. അവൻ ആധ്യാത്മിക നിയമങ്ങൾ ശാരീരിക ഭൗതികങ്ങളെ അതിജീവിച്ചു വിലസുന്നത് പോലെ ഈ ലോകത്ത് വിഹരിച്ചു കൊണ്ടിരിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശ്ലോകം ഒരിക്കൽ കൂടി. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ.